എൻ്റെ ചാനൽ കൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യമിടുന്നത് തന്നെ ആഗ്രഹമുള്ളവർക്ക് തയ്ക്കാനായിട്ടൊരു അവസരം പേടി കൂടാതെ. ഷീനയ്ക്ക് ഷോൾഡറിൻ്റെ അളവ് സ്വന്തമായിട്ട് എടുക്കാനൊരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പറയുന്ന ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ്, അതുപോലെ ഹിപ്പിൻ്റെ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു പുതിയ ആളെ കിട്ടിയിട്ടുണ്ട്. യാദൃശ്യമായിട്ട് നമ്മുടെ മെയിൻ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഇറങ്ങിയതല്ല, പക്ഷേ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുകയും അതിൻ്റെ ഫലമായിട്ട് ചുരിദാറൊക്കെ തയ്ച്ചിട്ട ആളാണ്. അപ്പോൾ എന്നെ മനസ്സിലായി, ഇന്നടത്താണ് താമസിക്കുന്നതൊക്കെ മനസ്സിലായിട്ട് എന്നെ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇറങ്ങിയെങ്കിലും പക്ഷെ തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് പോയിട്ട് തിരിച്ചിപ്പോൾ വൈകുന്നേരം വന്നതാണ് കാണാനായിട്ട്. പേര്? എൻ്റെ പേര് ഷീന. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തയ്യല് പഠിക്കണം, എനിക്ക് സ്വന്തമായിട്ട് ചുരിദാറൊക്കെ തയ്ച്ചിടണമെന്ന്. അങ്ങനെ ഞാൻ ഒത്തിരി യൂട്യൂബിൽ കുറേ ചാനലുകളൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ടീച്ചറിൻ്റെ ഈ ചാനൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി മനസ്സിന് സന്തോഷം തോന്നി, ഒരു തൃപ്തികരമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അപ്പം ഞാൻ ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. പക്ഷേ അങ്ങനെ ഒത്തിരി വീഡിയോ കണ്ടെങ്കിലും വെട്ടി തയ്ക്കാൻ ഒരു ധൈര്യം പോരായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചുരിദാർ തയ്ച്ചിട്ടു. ഒരു 5-6 നൈറ്റിയും തയ്ച്ചു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പം അങ്ങനെ വീഡിയോ കണ്ടു വന്നപ്പോഴാണ് ടീച്ചർ കട്ടപ്പനക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു കട്ടപ്പനയിൽ ഒരു കട വെച്ച് ഒരു സഹോദരിയായിട്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങള് ബൈക്കിന് ഇതുവഴി സ്വന്തം വീട് കണ്ണൂര്. അപ്പം ഇതുവഴി ഞങ്ങൾ ടീച്ചറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയപ്പോ ടീച്ചർ ഒരു ദിവസം പറഞ്ഞ മുറ്റത്ത് നിൽക്കുന്നതാണ്. അപ്പൊ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒന്നും കൂടെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ സാലി റോസ് ചാനലിലെ ടീച്ചറുടെ വീടാണിത്, എനിക്കൊരു ദിവസം ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നാണ് ഇവിടെ വരാൻ ഒരു സാവകാശം ഉണ്ടത്. അങ്ങനെ ടീച്ചറിനെ നേരിൽ കണ്ടു. ഒത്തിരി സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഷീനയ്ക്ക് ഷോൾഡറിൻ്റെ അളവ് സ്വന്തമായിട്ട് എടുക്കാനൊരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പറയുന്ന ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ്, അതുപോലെ ഹിപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഇറക്കം, അതൊക്കെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് വലിയ സന്തോഷം, ഒരുപാട് സന്തോഷമാണ്. അതായത് ആഗ്രഹം, ഞാൻ ശരിക്കും എൻ്റെ ചാനൽ കൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യമിടുന്നത് തന്നെ ആഗ്രഹമുള്ളവർക്ക് തയ്ക്കാനായിട്ടൊരു അവസരം പേടി കൂടാതെ. ഷീനായി അത് തന്നെ പറഞ്ഞു, ഒരു ധൈര്യമുണ്ടെന്ന് പറഞ്ഞു ഈ വീഡിയോ കാണുമ്പോൾ തയ്ക്കാനായിട്ടെന്ന് പറഞ്ഞു. ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമാണ് അങ്ങനെ. കാരണം അങ്ങനെ നിങ്ങളെപ്പോലുള്ളവരും മുന്നോട്ട് വരണം തയ്ക്കാൻ. ഇനി 1-2 തയ്ച്ചാൽ പോരാ, അവനവൻ്റെ തയ്ച്ച് പഠിച്ച് എക്സ്പെർട്ടായി മെഷർമെന്റ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്കൂടെ തയ്ച്ചു കൊടുക്കണം. എൻ്റെ ചർച്ചിലുള്ള 1-2 പേർക്ക് ഞാൻ തയ്ച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് പേടിയാണ് വീണ്ടും അത് ചെയ്യാനൊരു ഇല്ലാതെ ആയിക്കോളും. പ്രാക്ടീസ് എന്നല്ലേ പറയുന്നത് നമ്മളില്ലേ. ഓരോ പ്രാവശ്യം നമ്മൾ തയ്ക്കുമ്പോഴമ്മ ഷീനയുടെ ഹസ്ബൻഡിനോടെ കാണിക്കാം. അതെന്താ ഇല്ല അച്ഛൻ എനിക്ക് നല്ല സപ്പോർട്ടാ. ഇപ്പൊ ഇതിലെ പോയപ്പോ ടീച്ചറിനെ കാണുന്ന ഇവിടെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ സന്തോഷത്തോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അല്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫുൾ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ടൊരു സന്തോഷം തോന്നുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷം, എനിക്ക് ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ നന്നായിട്ട് തയ്ക്കുക കേട്ടോ. എല്ലാം ഒരുവിധപ്പെട്ട നമുക്ക് പറ്റുന്ന എല്ലാ തയ്യലുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. തന്നെയല്ല, മെഷർമെന്റ്സ് പഠിക്കണം. മെഷർമെന്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് പേടിയില്ലാതെ മറ്റുള്ളവർക്കൂടെ തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഒത്തിരി സന്തോഷം. ഷീനയുടെ ഒരു വലിയൊരു സംശയം ഷോൾഡർ മെഷർ ചെയ്യാന്നുള്ളത്. നമുക്കല്ലെങ്കിലും തുടക്കക്കാർക്ക് ഷോൾഡർ മെഷർ ചെയ്യുമ്പോൾ ഒരു സംശയം തോന്നും. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈ തോളിൻ്റെ ഒരു എല്ലില്ലേ, ആ എല്ല് ഇത് ഇങ്ങനെ ഇത് ഇച്ചിരി ഷോൾഡർ ഇറങ്ങി പോയാൽ കണ്ടോ, ഒരു സ്വല്പം പോയി, അത്ര താഴോട്ട് പോകണ്ട. ഇവിടെ തൊട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം കൃത്യമായിട്ട് കണ്ടോ. ഇങ്ങനെ പിടിക്കും. 17 കറക്റ്റില്ല, 17 തൊട്ട് കുറഞ്ഞു, 16 മിച്ചമുണ്ട്. ശരിക്കും 17 വേണേൽ മനസ്സ് കൂട്ടാം, 17 കൂട്ടി വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡർ നെക്ക് അകലുമ്പോൾ അതനുസരിച്ച് നമ്മൾ വീഡിയോ പറയുന്നത് കുറച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഷീനയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ബാക്കിയുടെ തയ്ക്കാനായിട്ട് ഇനി മുന്നോട്ട് പോവാ. അപ്പൊ പിന്നെ കാണാം കേട്ടോ. വന്നതിന് നന്ദി പറയടി. വന്നതിന് നന്ദി പറ. സബ്സ്ക്രൈബർ വന്നതിന് നന്ദി. അത് ഇങ്ങോട്ടാ പറയണ്ടേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ദൈവാനുഗ്രഹം ഒത്തിരി പേര് തരുന്നുണ്ട് കേട്ടോ. തമാശല്ല,
സാധാരണ ചാനലിൽ ഞാൻ കണ്ടില്ല. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഒരുപാട് പേര് പറയും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറയും. ഒരു തിരുവല്ലായിലുള്ള ഒരാളെ എഴുതിയ സൂസമ്മ ഫിലിപ്പൊന്നും അങ്ങാണ്ട്, ഇത് ദൈവദൃഷ്ടിയിൽ ആശ്ചര്യം തന്നെ, സഹോദരിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ ദൈവം പ്രേരിപ്പിച്ചതാണെന്ന് എന്താ പറയാ, നല്ല വിശദമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടേക്കും. കാരണം പുള്ളിക്കാരത്തേക്ക് അതുപോലെ ഗുണമായി. അതുകൊണ്ട് അത് കാണുമ്പോൾ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ചെയ്ത് ഇട്ട് കാണിക്കുമല്ലോ. ഞാൻ ഇട്ട് കാണിക്കും. എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റും. അല്ലെ മക്കൾക്ക് തയ്ക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഇട്ട് ചെയ്യാൻ കാണിക്കാം. അല്ലാതെ 95% ഇട്ട് കാണിച്ച ഞാൻ അത് എന്നാലല്ലേ കാണുന്നവർക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. അല്ല ഞാൻ ഏതൊരു അളവിൽ തയ്ച്ചതിന് ശേഷം അങ്ങനെ പോയി നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ശരിയാകത്തില്ല. അപ്പൊ അതിന്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാനത് പറയുകയും ചെയ്യും.